ഇരുമ്പലാണ് കത്തിയത്. ധാരാളം കത്തിച്ചേക്കാണ്. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 5-8 പേര് ഇതുകൊണ്ടാണ് കുടുംബം കഴിക്കുന്നത്. ഒരു 1,00,000 രൂപയോളം വേണ്ടി വരും ഇത് ശരിയാക്കണമെങ്കിൽ. ഇതെപ്പോഴാണ് കണ്ടത്? ഇത് ഞാൻ കണ്ടത് ഒരു 5-5:45 കൂട്ടുകാരൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണത് കത്തുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇതിൽ വഞ്ചിയും വലയും ഉണ്ടായിരുന്നു. റോപ്പ് അതിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പണ്ടായ പരമ്പരാഗതമായിട്ട് മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ കയറ്റിവെക്കുന്നൊരു സ്ഥലമാണ്. ഈ നാൾ വരെയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വ്യക്തികളൊക്കെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പലിശക്കെടുത്ത് അതല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് ഇതെല്ലാം ഉണ്ടാക്കി ഇവിടെ വെച്ച് നമ്മൾ രാത്രി മത്സ്യബന്ധനം കഴിഞ്ഞ് നമ്മളിവിടെ കയറ്റി വെച്ചിട്ടും പോകുമ്പോൾ ഇതുപോലൊരു അനുഭവം ഇനി മേലെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ ചെയ്ത ആരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്നവർക്കുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്യാമറ പോലെയുള്ള CCTV പോലെയുള്ള സംഗതി ഇവിടെ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ, ആവശ്യത്തിന് ലൈറ്റുകൾ ഇവിടെ ഇല്ല. ആ ലൈറ്റുകൾ ഇവിടെ വേണം. അതുപോലെ തന്നെ ഈ നഷ്ടം സംഭവിച്ച ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സഹായം മത്സ്യഫെഡിൽ നിന്ന് അതല്ലെങ്കിൽ ഫിഷർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അത് താമസിയാതെ തന്നെ കൊടുത്താൽ മാത്രമേ ആ കുടുംബത്തിന് ഇനി അവരുടെ പട്ടിണിയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ.